ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഫ്താർ സ്നാക്ക് റെസിപ്പിയാണ്. ചിക്കൻ ബോക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസുള്ള സവാളയാണ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സെയിം ഫില്ലിങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റാപ്പിങ്ങിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എന്നിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടണം വരെ കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ, കുഴഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചമണക്കൊന്ന് മാറണ വരെ 1-2 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഈ ഫില്ലിങ്സിൻ്റെ ടേസ്റ്റ് ഒന്നുകൊണ്ട് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ ഈ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ദോശയാണ് കേട്ടോ. ദോശ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 1.5 കപ്പ് മൈദ, ആ സെയിം കപ്പിന് തന്നെ പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു മുട്ട, ഇതും കൂടെ ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല ഒരു ലൂസ് ബാറ്റർ ആക്കി എടുക്കുക കേട്ടോ. കട്ടി കുറച്ച് കൂടുതൽ തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചിട്ടൊന്ന് ലൂസ് ബാറ്റർ ആക്കി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഈ ബാറ്റർക്ക് തന്നെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പാൻ ചൂടാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുക കേട്ടോ. നല്ല തിന്നായിട്ട് വേണം ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ആവും. ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ദോശ ഒന്ന് എടുത്ത് മാറ്റുക കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്കിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ എല്ലാതും ചുട്ടെടുക്കുന്നുണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ദോശ എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് സെൻട്രലായിട്ട് ഞാൻ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം ചിക്കന് പകരം മുട്ട പുഴുങ്ങിക്കാണ്ട് മേലെ വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ചിക്കനിലാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ ദോശൻ്റെ ചുറ്റുവട്ടായിട്ട് റൗണ്ടിലായിട്ട് നമ്മൾ മൈദ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് ഒട്ടിക്കാനുള്ള പാകത്തിന് ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് മൈദ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഈ മസാലയിലേക്ക് ഫില്ലിങ്സിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ, ഈ ഭാഗത്തുനിന്നും മേലേക്ക് മടക്കി കൊടുക്കുക. പിന്നെ സൈഡ് 2 ഭാഗവും അതേപോലെ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ മൈദ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം അപ്പുറത്തെ ഭാഗത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് ബോക്സ് പോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ദോശ ചുട്ടെടുക്കുമ്പോൾ പാലിന് പകരം വെള്ളം ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ സോഫ്റ്റ് കുറവായി, കാരണം ഇതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത്രയേ ഉള്ളൂ ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ എല്ലാതും ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് ഓയിൽ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ മുക്കി പൊരിച്ചാലും കുഴപ്പമില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് പുറം ഭാഗം ഒന്ന് കളർ ചേഞ്ചായി വന്നാൽ മതി കേട്ടോ. അപ്പം എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ബോക്സ് ഇവിടെ റെഡി ആക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫില്ലിങ്സിൽ ചിക്കന് പകരം മുട്ട വെച്ചുണ്ടാക്കിയാലും മതി കേട്ടോ. പിന്നെ നമുക്ക് അടുത്തൊരു റെസിപ്പി നോക്കാം കേട്ടോ. ചിക്കൻ കോണാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ സെയിം ഫില്ലിങ് വെച്ചിട്ട് തന്നെ റാപ്പിങ്ങിൽ വ്യത്യാസമായി കാണും കേട്ടോ. ആ ഒരു ദോശ എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ ദോശ കട്ടില്ലാതെ തിന്നാക്കിയുണ്ടെന്ന് ചുട്ടെടുക്കാം. ദോശ 4ആയിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫില്ലിങ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് മിനി സമൂസ, കോൺ സമൂസ എന്നൊക്കെ പറയും. അപ്പോൾ 4 ദോശയിലും നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് അതിനുശേഷം ദോശൻ്റെ ഓരോ പീസിൻ്റെ 3 ഭാഗത്തായിട്ട് നമ്മൾ മൈദ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ദോശൻ്റെ സെൻറ്ററിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക. അതേപോലെ സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് ഫോൾഡ് ചെയ്യുക. പിന്നെ മേലെ വരുന്ന പോർഷന് ഒന്ന് താഴത്തേക്കൊന്ന് ഫോൾഡ് ചെയ്താൽ ഇതാ ഒന്നുകൂടിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഒന്ന് കോണ് ഷേപ്പായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാതും ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ 4 ഒരു ദോശയിൽ നിന്ന് തന്നെ നമുക്ക് 4 ചിക്കൻ കോൺസ് കിട്ടുന്നതാണ് കേട്ടോ. എന്നിട്ടൊരു ബൗളിലേക്ക് ഒരു മുട്ട, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് പാല് ഇത് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബ്രെഡൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മുട്ടൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും നമ്മൾ ചെയ്തെടുക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ദോശ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ദോശ ചുട്ടെടുക്കാൻ. പിന്നെ ഈ മുട്ടൻ്റെ ബാറ്ററിൽ കുരുമുളക് ഇടുന്നത് ഓപ്ഷണലാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാതും അതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഇപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിന് ശേഷം അത് നമ്മൾ പൊരിക്കാൻ പോവുകയാണ് കേട്ടോ. കുറച്ച് ഓയിൽ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കോൺസ് മിനി സമൂസ ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.